ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ മിനിയൂട്ടിയിലാണ് ഉള്ളത്. ഈ ഒരു മങ്കിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആരെങ്കിലും വരുമ്പോൾ അപ്പോൾ ഓരോരുത്തൊക്കെ ഓടി വരുന്നുണ്ട് കേട്ടോ സംഭവം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഒരാളും കൂടി ഉണ്ടായിന്. ആൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്, പുറത്തേക്കൊന്നും വരുന്നില്ല. ഇനി നമ്മളതൊക്കെ കണ്ട് കണ്ട് ഇങ്ങനെ പോന്നു. പിന്നെ അതാ ഒട്ടക പക്ഷിനെയൊക്കെ കണ്ട്, ഒട്ടക പക്ഷിനല്ലേ ഗൈസ്, പിന്നെ കഴിഞ്ഞാണ്ട് ഇതാ ഒട്ടകത്തിനെ കണ്ട്. പിന്നെ വേറൊരു പശു ഉണ്ടായിരുന്നു കേട്ടോ, ഹൈറ്റ് വെക്കാത്ത പശുവാണ്. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഇത് കാളയെന്ന് വിചാരിച്ച്. പിന്നെ നമ്മളെ സ്വത്തുമണിയാണെങ്കിൽ ഭയങ്കര ഉറക്കമാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഈ മീനാളും പക്ഷികളൊക്കെ ഉള്ള ഇതുണ്ട് അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അങ്ങോട്ട് കയറിയപ്പോൾ ഞാൻ പിന്നെ അവനെ വിളിച്ചുണർത്തിയിട്ടുണ്ടായിന്, കാരണം അവനക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ ഇതാ ഈ ഒരു പക്ഷിയാണെങ്കിൽ വന്ന് കയ്യിലിരുന്നിട്ട് ആദ്യം കയ്യിലൊക്കെ ഇരുന്നെങ്കിലും പിന്നെ ആൾ ചെയ്ത പണിയാണെങ്കിലോ ഭയങ്കര പണിയായിപ്പോയി ഗൈസ്. കാരണം ഞങ്ങൾ ഈ ഷർട്ട് പോരുമ്പോൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുടുക്ക് കടിച്ചിട്ടുണ്ടായിനി. ഞാൻ പറഞ്ഞപ്പോഴാണ് ഹസ്ബൻഡിന് മനസ്സിലായത് കുടുക്ക് കടിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ആണെങ്കിൽ ആട്ടിയിട്ടാണെങ്കിൽ പോകണില്ല. പിന്നെ അവിടെ നിന്ന് ആ ചെക്കൻ അതിൻ്റെ പേരെന്തോ വിളിച്ചപ്പോഴാണ് അവിടുന്ന് പാറി പോയത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഗൈസ് ഈ മീനിനൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ മീനാളായിരുന്നു കേട്ടോ. എനിക്ക് കൈ വെക്കാൻ പേടിയാണ്, കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഹസ്ബൻഡ് കുറേ പറഞ്ഞു ഒന്ന് ഇട്ടോക്ക്, കൈ ഇട്ടോക്ക് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് എന്തോ പേടിയാവുക, കാണുന്ന പോലെ അല്ല ഇടുമ്പോൾ വിചാരിച്ചിട്ട് ഞാൻ ഇട്ടില്ല കേട്ടോ ഗൈസ്. അങ്ങനെ ഇതാ കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട്. ഇതെന്ത് സാധനമാണെന്ന് എനിക്കറിയില്ല. പൂച്ചാളെ കൂടെയാണ് ഇവർ ഇട്ടിട്ടുള്ളത്, എന്താണെന്ന് അറിയില്ല. പിന്നെ ഇതാ വലിയ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ അതാ നമ്മളെ സ്വത്തുമണി എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവനക്ക് മീനിനൊക്കെ കാണിച്ചു കൊടുത്തു. അവനോട് കൈയിടാൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഇട്ടോക്കണമൊക്കെ ഉണ്ട്. പക്ഷേ ഓൻ എൻ്റെ പോലെ തന്നെയാണ്, ഭയങ്കര പേടിയാണ് കേട്ടോ. അവിടെ അതിൻ്റെ ഫുഡൊക്കെ ചാടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ പെറുക്കി ഇട്ട് കൊടുക്കണമൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് കൈയിടാൻ വേണ്ടിയിട്ട് പേടിയാണ്. എന്നാലും ഞാൻ പറഞ്ഞാണ്ട് ജിനുവിനെ കൊണ്ട് ഇടിയിപ്പിച്ചിട്ടിട്ടുണ്ട് കൈയൊക്കെ. ഇട്ട് കൊടുത്ത് നോക്ക്, ഓനെ അറിയണ്ടേന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവനക്ക് പേടിയാണ്. ഓനെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടെയുള്ള പക്ഷികളൊക്കെയാണ് കേട്ടോ. പിന്നെ അതായത് എന്തോ ഒരു എലിയാണ്, അതിനെ കാണിച്ചു കൊടുത്തപ്പോൾ ഓനക്ക് പേടിയാണ്. പിന്നെ അത് അവിടെ കുറച്ച് നേരം നമ്മൾ ഇരുന്ന്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മഴ ആയ കാരണം ആരും ഉണ്ടായിരുന്നില്ല ഗൈസ്. അതാ പക്ഷേ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ പോരാൻ ഒരു ടൈം ആയപ്പോഴത്തേന് നല്ല കോടയൊക്കെ വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. ഭയങ്കര തണുപ്പും അതിൽ കൂടി ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങനെ ഓനെ കാണാത്തതിനൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോൾ നല്ല ഉറക്കമായ കാരണം അതൊന്നും കണ്ടിട്ടില്ല. പിന്നെ അതായത് നമ്മളെ കൊത്താനൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്താണെന്നാവും അതിന് ഭയങ്കര ദേഷ്യം പിടിച്ച് നിൽക്കണ ടൈമാണ്. അങ്ങനെ നമ്മളെ സ്വത്തുമണിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കണ്ടപ്പോൾ. ആദ്യം അവനക്ക് ഭയങ്കര പേടിയൊക്കെ ആണെങ്കിലും പിന്നെ അവനക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പിന്നെ അത് കഴിഞ്ഞാണ്ട് നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി ഗൈസ്. പിന്നെ ഓന് കാണാത്ത കിളികളെയൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര കോട വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോൾ ഇത്രയും കോടയൊന്നും ഉണ്ടായിരുന്നില്ല. മഴ ഇങ്ങനെ കുറച്ച് പെയ്യുണ്ടായിരുന്നെങ്കിലും കോടയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നല്ല കോടയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുപ്പും കാറ്റൊക്കെ ഉണ്ടായിന്. കുറച്ച് നേരം നമ്മൾ കാറ്റൊക്കെ കൊണ്ട് അവിടെ നിന്നിട്ട് പിന്നെ വേറെ ഒരു പാർക്കൊക്കെ നമ്മൾ വന്നിട്ടുണ്ടായിന്. അവിടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട്. അപ്പോൾ ഇവനക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണം. ഞാൻ വിചാരിച്ച് പേടി ഉണ്ടാവുമെന്ന്. പക്ഷേ ഗ്ലാസ് ബ്രിഡ്ജ് അവനക്ക് പേടിയില്ല, അവൻ മുട്ടൊക്കെ കുത്തേന് ഗൈസ്. ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെയും. ഇവിടെ പിന്നെ നല്ല രസമുണ്ടായിരുന്നു, ഗ്ലാസ് ബ്രിഡ്ജും കൂടി നടക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആരും ഇല്ലേന്, നമുക്ക് ഇഷ്ടം പോലെ വീഡിയോസൊക്കെ എടുക്കേന്. പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ മഴ ആയി ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.